ഹലോ, എല്ലാവർക്കും ഡ്രോപ്സ് ആൻഡ് ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് വാഴക്കൂമ്പ് വെച്ചിട്ട് ഒരു തോരനാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയാണ് കൂമ്പ് പറിക്കുന്നത്. അത് പറിക്കാനായിട്ട് പോകാം. നമ്മളിപ്പം കണ്ട കൂമ്പ് കുറേ കൂടെ വിരിയാനായിട്ടുണ്ട്, അതുകൊണ്ട് അത് ഒടിച്ചെടുത്തില്ല. അതിന് തൊട്ടടുത്ത് വേറൊരു വാഴയുണ്ട്, അതിൽ നിന്നാണ് നമ്മൾ കൂമ്പ് ഒടിച്ചെടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു ഇല അതും തോരൻ വെക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇനി എന്താ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലായെന്നൊന്ന് പറയുക. അപ്പം നമ്മളൊരു കൂമ്പൊക്കെ ഒടിച്ചെടുത്തിട്ട് തിരിച്ച് കിച്ചണിലേക്ക് പോവാണ്. അപ്പം നമ്മൾ കൂമ്പുമായിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലത്തെ ഒരു 2-3 പാളി നമുക്ക് അടർത്തി മാറ്റിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ചിലരത് ഒരു 5-6 പാളി കളഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു വെള്ള കളർ കാണുന്ന ആ ഒരു ഭാഗം വരെ അടർത്തി കളഞ്ഞിട്ട് ആ ഒരു ഭാഗം മാത്രം അരിഞ്ഞെടുത്ത് തോരൻ വെക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അത്രയും കളയത്തില്ല. ഫ്രണ്ടിൽ നിന്നുള്ള 2-3 പാളികൾ മാത്രമേ കളയത്തുള്ളൂ. ഇത് അരിഞ്ഞ് അകത്ത് ചെല്ലുമ്പോൾ ചെറിയൊരു വെള്ള കളർ ഒരു പീസ് കിട്ടും. അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കൂമ്പെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂമ്പിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അകത്ത് ചെറിയൊരു പൂവുണ്ട്, അതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ പൂവ് അരിഞ്ഞെടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും അതിൻ്റെ അകത്ത് ചെറിയൊരു നാരുണ്ട്. അത് നമ്മൾ മാറ്റി കളഞ്ഞിട്ടാണ് പൂവ് അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന കൂമ്പിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ആ കൂമ്പിൻ്റെ ചെറിയൊരു കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടും. ആ വെളിച്ചെണ്ണ പുരട്ടിയ കൈയിട്ട് തന്നെ നന്നായിട്ട് അതൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. അതൊരു 5 മിനിറ്റ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൂമ്പ് തോരൻ വെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് തോരൻ വെക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. അത് ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് അരി ഞങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ അരിയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാ അരിയും നന്നായിട്ട് മൂത്ത് വരാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ തോരനകത്ത് അരി ഒന്ന് മൂപ്പിച്ചിട്ട് കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ഒരു 2 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം. അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് അധികം മൂപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കൂമ്പ് ഇട്ട് കൊടുക്കാം. ഈ കൂമ്പ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ വെളിച്ചെണ്ണ പുരട്ടി വെച്ചിരുന്നതാണ്. അത് അങ്ങനെ തന്നെ ഇടുമായിരുന്നു, അത് പിഴിഞ്ഞ് കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം ഉപ്പ് പുരട്ടി തിരുമ്മി വെച്ചിട്ട് ഇതേപോലെ തോരൻ വെക്കാം. ചെറിയ കറയൊക്കെയുള്ള കൂമ്പിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അത് വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറിൽ തന്നെയാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തോരനൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇത് വൻപയറാണ്. ഞങ്ങളത് ഉപ്പിട്ട് നേരത്തെ തന്നെ വെന്ത് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മളിപ്പം തോരനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വൻപയറിന് പകരം പരിപ്പ് ചേർത്ത് കൊടുക്കാം, അതും നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ കൂമ്പിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചേർക്കുമ്പോൾ കുറേ കൂടി ടേസ്റ്റിയും ഹെൽത്തിയും ഒക്കെയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ തുറന്ന് നോക്കി.
ഇപ്പം നമ്മുടെ തോരനൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വെന്ത് വെച്ചിട്ടുള്ള വൻപയർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. കൂമ്പ് തന്നെ തോരൻ വെക്കാനും അല്ലെങ്കിൽ ഇതേപോലെ പരിപ്പോ പയറോ ഒക്കെ ഉപയോഗിച്ച് തോരൻ വെക്കാനും നല്ലതാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ഒക്കെയാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പം ഞങ്ങൾ അതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയറും കൂമ്പും എല്ലാം കൂടെ ചേർന്ന് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന ഒരു തോരനായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.